മഹേശ്വരി സിൽക്സ് കുർത്താസുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു ട്രഡീഷണൽ ഇന്ത്യൻ സിൽക്ക് മെറ്റീരിയലാണ്. ഫുള്ളി ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. ഹാൻഡ് ക്രാഫ്റ്റഡ് എന്ന് പറയുമ്പോൾ കൈ കൊണ്ട് വീവ് ചെയ്തെടുക്കുന്ന മെറ്റീരിയലാണ്. നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന സിൽക്കുകൾ, അതായത് ടെസർ ആയിക്കോട്ടെ, കാഞ്ചീപുരം ആയിക്കോട്ടെ, റോസ് സിൽക്ക് ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ തിക്നെസ്സാണ്. അതിൻ്റെ ഗ്രാംസ് കൂടുന്തോറും അതിൻ്റെ തിക്നെസ് കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ മഹേശ്വരി സിൽക്സിനെ ഇതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന അതിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആണ്. എക്സ്ട്രീം സോഫ്റ്റാണ്, ബ്രീത്തബിൾ ആണ്. ആ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് ഇട്ട് സിൽക്ക് കുർത്താസ് തയ്ക്കുമ്പോൾ അതിനൊരു പെർഫെക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടും. ഒരു കുർത്ത തയ്ക്കുന്നതിന് ഏറ്റവും നല്ല സിൽക്ക് മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ പറ്റും മഹേശ്വരി സിൽക്സ് ആണെന്ന്. കാരണം ആ ഒരു സോഫ്റ്റ്നെസ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഷൈൻ ഉണ്ടല്ലോ. എല്ലാ സിൽക്കിനും ഒരു പ്രത്യേക ഷൈനിങ് ആണ്. ഓരോന്നും വേറിട്ട് നിൽക്കൂലേ. ടെസറിൻ്റെ ഷൈനിങ് അല്ല കാഞ്ചീപുരത്തിന്, കാഞ്ചീപുരത്തിൻ്റെ അല്ല ബനാറസിന്. എന്നാൽ മഹേശ്വരി സിൽക്സിൻ്റെ ഷൈനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ക്ലാസിക് ടച്ചാണ്. ഒരിക്കലും ഒരു ഗ്ലോസി ഫീലിംഗ് അല്ല നമുക്ക് തരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു സിൽക്ക് മെറ്റീരിയലിൽ നമുക്ക് കുർത്ത തയ്ക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെറ്റീരിയലാണ് മഹേശ്വരി സിൽക്സ്. അതിനകത്ത് ഏറ്റവും ഭംഗി ഇതിൻ്റെ ഈ ബോർഡേഴ്സാണ്. ഒരു ട്രഡീഷണൽ ടച്ചാണ് ഈ ബോർഡേഴ്സ് നമുക്ക് തരുന്നത്. ഇതിനൊരു എലഗൻറ്റ് ആൻഡ് റിച്ച് ലുക്കാണ് ഈ ബോർഡേഴ്സ് നമുക്ക് തരുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് തരുന്ന കളേഴ്സാണ്. മഹേശ്വരി സിൽക്സിനകത്ത് ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷെയ്ഡ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഇത് തന്നെ ആയിക്കോട്ടെ, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ 5 ഷെയ്ഡ് LDയുടെ ഷെയ്ഡാണ്. നമ്മൾ നീലം കളർ ചാർട്ടിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡുകൾ കൊടുത്ത് ചെയ്യിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു വെറൈറ്റിയാണ്. നിങ്ങൾക്ക് തീർത്തും നിങ്ങൾ കണ്ടു മടുക്കാത്ത ഷെയ്ഡുകളും ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ കുർത്താസായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് കളറ് ഐവറി ഷെയ്ഡാണ്. അതായത് നമ്മൾ കേരള ക്രീം ഷെയ്ഡ് എന്നൊക്കെ വിളിക്കില്ലേ. ഞാനിത് പറയാതെ തന്നെ ഈ ഒരു ഫുൾ കുർത്ത ഇങ്ങനെ നിവർത്തി പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ആ ഒരു എലഗൻ ലുക്ക്. ഏതൊരു ഫംഗ്ഷന്, ഞാനിത് ഓണത്തിന് നിന്നല്ല കൊണ്ടുവന്നത്. ഇത് ഓണത്തിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു കുർത്തയാണ്. പെർഫെക്റ്റ് മാച്ച് ഫോർ ഓണം ആൻഡ് വിഷു. പക്ഷെ അതിലുപരി എന്തൊരു ഫംഗ്ഷൻ നിങ്ങളുടെ വീട്ടിലുണ്ടായാലും, അല്ലെങ്കിൽ ക്രിസ്മസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും മാരേജ് ഫംഗ്ഷൻ ആയിക്കോട്ടെ, നൈറ്റ് ആൻഡ് ഡേ ഫംഗ്ഷൻ ആയിക്കോട്ടെ, ഒരുപോലെ നിങ്ങൾക്ക് ട്രഡീഷണൽ ടച്ചിൽ പോകാൻ പറ്റിയ ഒരു സെറ്റുകളുമായിട്ടാണ് ഇന്ന് LD വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ലൈറ്റ് ഓർണമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കാം, മിനിമൽ ഓർണമെൻറ്റ്സിൽ നിങ്ങൾക്ക് പെയർ ചെയ്ത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹെവി ഓർണമെൻറ്റ്സ് ഉപയോഗിച്ച് നിങ്ങൾക്കിതിനെ ഒരു ട്രഡീഷണൽ ടച്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ ഒരു ഐവറി ഷെയ്ഡാണ്. അതിനകത്ത് നമ്മൾ കോളറാണ് സ്ഥിരമായിട്ട് LD ചെയ്യുന്ന കോളർ. LDയുടെ എല്ലാ കസ്റ്റമേഴ്സിനും അറിയാം ഈ കോളറിൻ്റെ കംഫർട്ട് ആൻഡ് ഭംഗി. അതിൻ്റെ ദുപ്പട്ട വിത്ത് ബോട്ടം മഹേശ്വരി സിൽക്ക് അല്ല നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്, സ്ലബ് സിൽക്ക് ടോൺ ടു ടോൺ ബോട്ടമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫുൾ സ്ലിറ്റഡ് ആയിട്ടുള്ള 3/4 സ്ലീവ് വരുന്ന കുർത്തയാണ്. വിത്ത് ലൈനിങ് ആണ് ടോപ്പ്, വിത്തൗട്ട് ലൈനിങ് ആണ് ബോട്ടം എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് മഹേശ്വരി സിൽക്സിൻ്റെ ഇതിനകത്ത് തന്നെ, അതായത് ഐവറി ഷെയ്ഡിൽ തന്നെ റൗണ്ട് നെക്ക്. അതായത് എല്ലാവർക്കും കോളർ ഇഷ്ടമായിരിക്കില്ല. ഹെവി ഓർണമെൻറ്റ്സ് ഇടേണ്ടവർക്ക് റൗണ്ട് നെക്കുകൾ പ്രിഫർ ചെയ്യുന്ന കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൗണ്ട് നെക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സെയിം തന്നെ സ്ലിറ്റഡ് കുർത്തയാണ്. 46 ഇഞ്ചാണ് ലെങ്ത്. വിത്ത് ലൈനിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ബോട്ടം ദുപ്പട്ട, ബോട്ടം കൊണ്ടുവന്നിരിക്കുന്നത് സ്ലബ് സിൽക്ക് ഫാബ്രിക്കിലാണ്, അതായത് സെമി സിൽക്ക് ഫാബ്രിക്കിലാണ്. ദുപ്പട്ട മഹേശ്വരി സിൽക്സിൻ്റെ ദുപ്പട്ട തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സെക്കൻഡ് കളർ എന്ന് പറയുന്നത് ബ്ലൂ ഷെയ്ഡാണ്. ഇപ്പം നിങ്ങൾ ചോദിച്ചാൽ ഇത് ഏത് ബ്ലൂ ആണെന്ന് ചോദിച്ചാൽ ഇത് റോയൽ ബ്ലൂ അല്ല, എന്നാൽ ഇത് നേവി ബ്ലൂ അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, LDയുടെ ചാർട്ടാണ്. LD കൊടുത്ത് ചെയ്യിപ്പിച്ച കളേഴ്സാണ്. ഒരു വർഷമായിട്ട് LD നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത കളേഴ്സാണ് ഇത്. അതുകൊണ്ട് എക്സ്ട്രീം യുണീക്കായിരിക്കും നിങ്ങൾ ഇതിൻ്റെ ഓരോ കളേഴ്സും. ബ്ലൂ ഈ ഒരു ഷെയ്ഡ് ഒത്തിരി കസ്റ്റമേഴ്സിന്, ഇതുപോലത്തെ യുണീക്ക് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക്, വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഷെയ്ഡ് നല്ലൊരു സെലക്ഷനാണ്, നല്ലൊരു ചോയ്സ് ആണെന്ന് ഞാൻ പറയും. ഇത് നമ്മൾ കോളർ നെക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബോട്ടം ഇതുപോലെ തന്നെ സ്ലബ് സിൽക്കിൻ്റെ ബോട്ടമാണ്. പെൻസിൽ ഫിറ്റാണ് ബോട്ടം. നമ്മുടെ പെൻസിൽ ഫിറ്റ് ബോട്ടം എല്ലാവർക്കും അറിയാം. ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ ഒരു പടിയും ബാൻഡും, ബാക്കിൽ എലാസ്റ്റിക്കും, 2 സൈഡ് പോക്കറ്റോടും കൂടിയ ബോട്ടമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ ദുപ്പട്ട എന്ന് പറയുന്നത് മഹേശ്വരി സിൽക്സ് ദുപ്പട്ടയാണ്. നെക്സ്റ്റ് ഷെയ്ഡ് എല്ലാ കസ്റ്റമേഴ്സിനും, എല്ലാ മലയാളിക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡെന്ന് ഞാൻ പറയും ഇതിനെ. കാരണം മെറൂൺ ഷെയ്ഡ്, മെറൂൺ എന്ന് പറഞ്ഞാൽ ഡാർക്ക് മെറൂണും അല്ല, മെറൂണിനകത്തൊരു പിങ്കിഷ് ലുക്ക് ഈ ഷെയ്ഡ് പിങ്കിഷ് ഒരു ടോണും കൂടെ കയറി വരുന്നുണ്ട്.
അതായത് എല്ലാ കസ്റ്റമേഴ്സും ഡാർക്ക് മെറൂൺ ആണെങ്കിൽ എല്ലാ കോംപ്ലക്ഷൻകാർക്കും ചേരത്തില്ല. ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഷെയ്ഡ് എല്ലാ കോംപ്ലക്ഷൻകാർക്കും ചേരും. അതായത് നിങ്ങൾക്ക് ചോയ്സ് അത് വേണോ ഇത് വേണോ എന്ന് ചിന്തിക്കുന്നവർക്ക് കണ്ണടച്ചെടുക്കാൻ പറ്റുന്നൊരു ഷെയ്ഡാണ് ഈ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും ഒരുപോലെ ചേരും, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന മലയാളിയുടെ ഒരു സ്വന്തം ഷെയ്ഡാണെന്ന് ഞാൻ പറയും ഇത്. അപ്പോൾ ഇതും നമ്മുടെ പാറ്റേണിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതായത് കോളറാണ്, നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട കോളറായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സ്ലിറ്റഡ് കുർത്തിയാണ്, ബോട്ടം ഉണ്ട്, അതുപോലെ തന്നെ ദുപ്പട്ടാസും ഉണ്ട്. നെക്സ്റ്റ് ആ ഷെയ്ഡിൻ്റെ തന്നെ റൗണ്ട് നെക്ക്. ഇതിനകത്ത് പോലും ആ കസവ്, അതായത് ഈ ഒരു ബോർഡർ തരുന്ന ഭംഗി, ഇതിനൊരു എലഗൻറ്റ് ടച്ചാണ് ഈ ബോർഡറിന്. അതായത് ഇതുപോലും ഒരു ക്ലാസിക് ഫിനിഷിങ്ങിലാണ് ഈ ബോർഡേഴ്സ് വന്നിരിക്കുന്നത്. ആ ഒരു കോൺട്രാസ്റ്റ് തമ്മിലുള്ള ആ ഒരു ബന്ധം, അതായത് ഈ ഒരു ബോർഡറും ഈ ഒരു കളറും തമ്മിലുള്ള ആ ബന്ധമാണ് ഈ കുർത്തിക്ക് ആ ഒരു നല്ലൊരു ബ്ലെൻഡിങ് ആണ്, നല്ലൊരു ട്രഡീഷണൽ ടച്ചാണ് ഈ കുർത്താസ് ഓരോന്നും നമുക്ക് തരുന്നത്. അപ്പോൾ റൗണ്ട് നെക്കിലുള്ള മെറൂൺ ഷെയ്ഡ്. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഗ്രീൻ ഷെയ്ഡാണ്. ഇതും ഞാൻ പറയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ പറയും ഈ ഗ്രീൻ ആൻഡ് ബ്ലൂ ഒക്കെ LD കൊടുത്ത ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. അത് കളർ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഡാർക്ക് ഗ്രീൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ലൈറ്റ് ഗ്രീൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. നമ്മൾ നീലം കളർ ചാർട്ടിൽ നിന്ന് നമുക്കിഷ്ടപ്പെട്ട ഷെയ്ഡുകൾ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഷെയ്ഡും പ്രത്യേകതയുള്ള ഷെയ്ഡാണ്. ഞാൻ പറയുന്നത് നമ്മൾ ഷെയ്ഡുകൾ തപ്പി നടക്കുമ്പം എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ വാർഡ്രോബിൽ ഇല്ലാത്ത ഷെയ്ഡുകൾ. ഷോപ്പിൽ വരുമ്പോഴും പറഞ്ഞേക്കാം എനിക്കില്ലാത്ത ഷെയ്ഡ് വേണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഷെയ്ഡ് നല്ലൊരു ഷെയ്ഡാണെന്ന് ഞാൻ പറയും. എനിക്കൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയ ഒരു ഷെയ്ഡാണിത്. എനിക്കിഷ്ടപ്പെട്ട ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡാണിത്. കാരണം ഗ്രീൻ ആൻഡ് ഈ ഗോൾഡൻ ഭയങ്കര ചേർച്ചയാണ്. മറ്റേത് കളേഴ്സിനേക്കാൾ ഈ ഗ്രീൻ ആൻഡ് ഗോൾഡന് നല്ലൊരു ചേർച്ചയുണ്ട്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഈ ഷെയ്ഡ് പ്രിഫർ ചെയ്യാൻ പറയും. പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. കളേഴ്സ് എന്ന് പറയുന്ന കസ്റ്റമേഴ്സിൻ്റെ ചോയ്സാണെന്ന് ഞാൻ പറയും. അപ്പോൾ ഈ ഷെയ്ഡും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കോളറിലാണ്. സ്പെഷ്യൽ കോളർ നമ്മൾ വിളിക്കുന്ന വളരെ കംഫർട്ടായിട്ടുള്ള കോളറിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. സ്ലിറ്റഡ് കുർത്തിയാണ്, എല്ലാം നമ്മൾ സ്ലിറ്റഡിലാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ട്രഡീഷണൽ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കുർത്ത സെറ്റ്, ടോപ്പ് ബോട്ടം ദുപ്പട്ട നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സിൽക്കിൽ നിങ്ങൾ കാണാത്ത ഒരു ഷെയ്ഡാണ്. സാധാരണ ഒരു സിൽക്ക്, നമ്മൾ സിൽക്ക് കുർത്താസോ അല്ലെങ്കിൽ സിൽക്ക് സാരീസോ എടുക്കുമ്പം ലാവണ്ടർ ഷെയ്ഡിലേക്ക് ആരും കടന്നു പോകാറില്ല. നമുക്ക് തന്നെ അറിയാം, സിൽക്ക് എടുക്കുമ്പോൾ സിൽക്കിനകത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. എല്ലാ കസ്റ്റമേഴ്സിനും ചേരുന്ന ഒരു ഷെയ്ഡുമാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡും, ഞാനിപ്പോൾ ഓരോ ഷെയ്ഡിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ സെലക്ട് ചെയ്തതാണ് ഈ 6 ഷെയ്ഡും, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം സെലക്ട് ചെയ്തതാണ് ഈ ഒരു 5 ഷെയ്ഡും. ഞങ്ങൾക്ക് എല്ലാ ഷെയ്ഡും അല്ലെങ്കിൽ ഒരു 300-350 കളേഴ്സിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഓരോ ഷെയ്ഡും ഇവിടുത്തെ ഓരോ ടീമിനും പ്രിയപ്പെട്ടതാണ്. ഏതാണ് നല്ലതെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഓരോ ഷെയ്ഡിൻ്റെയും പ്രത്യേകതയാണ് പറയുന്നത്. ഈ ഒരിക്കലും നിങ്ങൾക്ക് മറ്റൊരിടത്ത് കാണാൻ പറ്റാത്ത ഒരു സിൽക്കിനകത്തുള്ള ഒരു ഷെയ്ഡാണ് ഈ ഒരു ലാവണ്ടർ ഷെയ്ഡ്. ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ കോളർ പാറ്റേൺ. 2 പാറ്റേണേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഒന്ന് കോളറും ഒന്ന് റൗണ്ട് നെക്കും. ഇത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കോളർ പാറ്റേണിൽ വിത്ത് ദുപ്പട്ട. ദുപ്പട്ടയുടെ ഭംഗിയൊന്നും നമുക്ക് പ്രത്യേകം പറയാൻ പറ്റില്ല, അത്രയ്ക്കും ഭംഗിയാണ് ഈ ദുപ്പട്ട. ഇതിൻ്റെ ആ ലൈറ്റ് വെയ്റ്റ് കണ്ടോ, അതാണ് ഇതിൻ്റെ ഭംഗി. ഈ ഒരു മെറ്റീരിയലിൻ്റെ ഭംഗി ഈ ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതൊരിക്കലും നമുക്ക് ടെസറിലോ കാഞ്ചീപുരത്തിൽ കുറച്ചും കൂടെ നമുക്ക് ലൈറ്റ് വെയ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ടെസറോ റോസ് സിൽക്കോ സാധാരണ അതിലൊക്കെയാണല്ലോ ചുരിദാർ മെറ്റീരിയൽ വരുന്നത്. അതിനകത്ത് ഇങ്ങനെ ഒരു ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയൽ കിട്ടാൻ നമുക്ക് പാടാണ്. അപ്പോൾ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ ഒരു മഹേശ്വരി സിൽക്സ് എന്ന് ഞാൻ പറയും. അടുത്തത് അതിൻ്റെ തന്നെ റൗണ്ട് നെക്ക്. ലാസ്റ്റ് പീസാണ് ഞാൻ കാണിക്കുന്നത്, റൗണ്ട് നെക്ക്. ഏറ്റവും ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡാണ് ഞാൻ നിങ്ങളെ ഏറ്റവും അവസാനം കാണിച്ചത്. എനിക്ക് ഏറ്റവും വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം ഇറക്കിയിൽ തോന്നിയ ഒരു ഷെയ്ഡാണ് ഈ പർപ്പിൾ ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ മഹേശ്വരി സിൽക്സിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഫുള്ളി ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. അതായത് കൈകൊണ്ട് വീവ് ചെയ്ത മെറ്റീരിയലാണ്. എക്സ്ട്രീം സോഫ്റ്റ് ആണ്, ബ്രീത്തബിൾ ആണ്, എക്സ്ട്രീം ലൈറ്റ് വെയ്റ്റ് ആണ്, പെർഫെക്റ്റ് ഫോർ കുർത്തീസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വെബ്സൈറ്റ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.